தனலட்சுமிய சாமிடா, எங்கிட்ட இருந்து ஒரு கோடி ரூபாய் எடுத்துட்டு போவே, திருப்பி சம்பாதிச்சுக்குவேன். ஒரு 10 கிலோ தங்கத்தை எடுத்துட்டு போவே, திருப்பி வாங்கிப்பேன். ஆனா செல்லத்தை എടുത്തിട്ട് പോണ എപ്പറാ? നമ്മുടെ സ്വന്തം മുത്തുപ്പാണ്ടിയാണ്. അണ്ണന്റെ ദിവ്യമായിട്ടുള്ള സ്നേഹം ധനലക്ഷ്മി അറിഞ്ഞിട്ടില്ല. ധനലക്ഷ്മിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അണ്ണൻ പല പരിപാടികളും നോക്കി. ധനലക്ഷ്മിയുടെ അനിയനെ കൊന്നു നോക്കി, ധനലക്ഷ്മിയുടെ ചേട്ടനെ കൊന്നു നോക്കി, ധനലക്ഷ്മിയുടെ കുടുംബം അടക്കം തീർന്നു നോക്കി. രക്ഷയില്ല. ധനലക്ഷ്മിക്ക് അങ്ങോട്ട് നമ്മുടെ സ്വന്തം മുത്തുപ്പാണ്ടിയണ്ണനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? അങ്ങനെ ഇഷ്ടപ്പെടാതെ പോയതിന്റെ കാരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കമൺ ഗൈസ്. അപ്പോ മുത്തുപ്പാണ്ടിയണ്ണൻ എന്ന് പറയുന്നത് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രമാണിയാണ്, ഒരു പ്രമുഖനാണ്. അണ്ണനകത്ത് പരിപാടികളില്ല. അണ്ണന് ഇഷ്ടം പോലെ നമ്മുടെ സുമോ ജീപ്പിൽ കയറ്റാൻ പറ്റുന്ന, നിറച്ച് തള്ളി കയറ്റാൻ പറ്റുന്ന ആൾക്കാർ, നമ്മുടെ പാണ്ടിപ്പടിക്കകത്ത് ഡേ എന്നൊക്കെ പറയുമല്ലോ, അത്രയും ആൾക്കാരാണ് അണ്ണന്റെ കൂടെ നിൽക്കാനായിട്ടുള്ളത്. അതും അണ്ണൻ എന്ന് പറഞ്ഞാൽ ഉയരൈ കൊടുപ്പേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. അണ്ണൻ തന്നെ പറയുന്നുണ്ട്, இந்த ஊர்ல എത്രയോ പെണ്ണുങ്ങളെ കൂടെ ഞാൻ പോയിരിക്കേ, ആണോ അവർക്കിട്ട് ഒന്നും തോന്നാത്ത ഒരു ഇത് എന്താ ധനലക്ഷ്മി, അത് മുഖത്ത് നോക്കിയാ പറഞ്ഞു. എന്നിട്ട് ധനലക്ഷ്മി അംഗീകരിച്ചില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ അണ്ണൻ എല്ലാം ഉണ്ട്. നമ്മുടെ മുത്തുപ്പാണ്ടി അണ്ണൻ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. വണ്ടിയുണ്ട്, മുത്തുപ്പാണ്ടി അണ്ണന്റെ പുറകെ നടക്കാൻ വേണ്ടി പെൺപിള്ളേരുണ്ട്, പിന്നെ അണ്ണന് ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ധനലക്ഷ്മി അണ്ണനെ ഇഷ്ടപ്പെടാതെ പോയത്? ബിക്കോസ് ഓഫ് ദ ടോക്സിസിറ്റി ഓഫ് അണ്ണൻ. യെസ് ഗൈസ്, അണ്ണൻ ഈസ് ടോക്സിക്. ഇതേ ടോക്സിസിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലർക്കും കാണാൻ പറ്റുന്നത്. നമ്മളൊക്കെ ഇപ്പോഴും ഒരു റിലേഷനിൽ ഉള്ള ആൾക്കാരായിരിക്കാം, ഇനി ഒരു റിലേഷൻ നോക്കാം, വേണമെങ്കിൽ താല്പര്യമുണ്ട്, റെഡി ടു മിങ്കിൾ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരായിരിക്കാം, ഇനി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നവരും ആയിരിക്കാം. എങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു ടോക്സിക് റിലേഷൻ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ ഒരു ടോക്സിക് റിലേഷനിൽ നിന്ന് രക്ഷപ്പെടാം എന്നറിയാവോ? പറഞ്ഞുതരാം. ഒരു ടോക്സിക് റിലേഷൻ, നമ്മൾ ഒരിക്കലും ആ ഒരു റിലേഷൻ നിൽക്കുന്ന സമയത്ത് ഇതൊരു ടോക്സിക് റിലേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ പറയുന്നത് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം മാത്രമല്ല. ഇപ്പൊ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ ഹസ്ബൻഡ്, കൂടെയുള്ള ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒക്കെ ടോക്സിക് ആണ് എന്നുള്ളത് നമുക്കത് മനസ്സിലാവില്ല. കാര്യം നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. ഡിപ്പെൻഡ് ഇൻ ദ സെൻസ് ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ ഇമോഷണലി നമ്മളൊരു വ്യക്തിയുമായിട്ട് അടുക്കുമ്പോൾ ആ വ്യക്തിയോട് നമ്മുടെ മനസ്സ് വളരെയധികം അടുക്കും. അതാണ് നമ്മുടെ ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അത് കാരണമാണ് പല ബന്ധങ്ങളിൽ നിന്നും നമുക്ക് ഇറങ്ങിപ്പോവാൻ, നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഇറങ്ങിപ്പോവാൻ പറ്റാത്തതും, പലരും ആ ഒരു ടോക്സിക് റിലേഷൻ ആണെന്ന് അറിഞ്ഞിട്ടും അതിനകത്ത് നിൽക്കുന്നതും. നിങ്ങളൊരു റിലേഷനുള്ള ആളാണെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരാളോട് ചോദിച്ചിട്ട് പോകുന്നു, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആളോട് പറഞ്ഞിട്ട് പോകുന്നു. പറയുന്നു ഇൻ ദ സെൻസ് നമ്മൾ അവരെ അറിയിക്കുന്നു. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവരെ നമ്മൾ അറിയിക്കുന്നു എന്നുള്ളത് ഒരു ബേസിക് മാന്യതയാണ്. നമ്മൾ അവരോട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഇന്ന സ്ഥലം വരെ ഞാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു ബേസിക് മാന്യതയാണ്. അതും പറയാതെ ഇരിക്കുക എന്ന് പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അറിയണ്ടേ, ഈ പാർട്ണർ എവിടെ പോയെന്നുള്ള വിവരം അവർക്ക് അറിയണ്ടേ. ഈ ടോക്സിസിറ്റി കടന്നു വരുന്ന എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിനുള്ളിലേക്ക് ഒരു വ്യക്തി എന്ന, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഇനിയിപ്പോൾ പ്രേമിക്കുന്നവരാണെങ്കിൽ പോലും നമ്മളെല്ലാം ഒരു ഇൻഡിവിജ്വൽ വ്യക്തികളാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിനുള്ളിലേക്ക് ഒരുപാട് കടന്നു വന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരാളെ നോക്കുന്നുണ്ടെങ്കിൽ അതാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മുത്തുപ്പാണ്ടിയാണെന്റെ കാര്യം തന്നെ എടുക്കുക. അണ്ണാ എന്നെ പണി വെച്ചിരിക്കേ, അണ്ണൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധനലക്ഷ്മിയുടെ വീട്ടിലോട്ട് ചെന്നിട്ട് ധനലക്ഷ്മിയുടെ എല്ലാവരെയും കൊന്നു കളഞ്ഞിട്ട് ആ ഒരു സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി നോക്കുക. അപ്പൊ അണ്ണൻ വിചാരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, അണ്ണൻ ഈ കാണിക്കുന്ന സംഭവം, ഈ ഒരു കൊട്ടിക്കലാപ്പൊക്കെ കണ്ടിട്ട് ധനലക്ഷ്മി അണ്ണേ എന്ന് പറഞ്ഞ് ഓടി വരുമെന്നാണ് ഇപ്പൊ നടക്ക് നോക്കി ഇരുന്നാൽ മതി. അങ്ങനെ വിചാരിക്കുന്ന, ജീവിതത്തിലും വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായിരിക്കട്ടെ. നമ്മുടെ റിലേഷനിലാണ് നിൽക്കുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ, പിന്നെ ഫിസിക്കലിയുള്ള അബ്യൂസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയരുത്. നമ്മളെ ഒന്ന് അടിക്കാൻ, തല്ലാൻ ഒക്കെ ഒരാൾക്കും അവകാശമില്ല. സത്യത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ പണ്ടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ സ്കൂളുകളിലൊക്കെ ഇപ്പൊ എന്റെ അപ്പനൊക്കെ പറയുന്നത് അവരൊക്കെ തല്ലിയാണ് വളർത്തിയെന്നൊക്കെ പറയുന്നത്. വെച്ചാൽ അവരെയൊക്കെ ഭയങ്കരമായിട്ട് അടിച്ച് തല്ലിയൊക്കെയാണ് വളർത്തിയിരിക്കുന്നത്. അപ്പൊ അവർ വിശ്വസിക്കുന്നത് എന്താണ്, അതുകൊണ്ടൊക്കെയാണ് അങ്ങ്, അല്ലെങ്കിലും നന്നാവും. ഇൻ ദ സെൻസ് നല്ല മനുഷ്യനാണെങ്കിൽ എന്താണെങ്കിലും നന്നാവും. അപ്പോ ഈ ടീച്ചർമാർക്ക് വരെ ഇപ്പൊ ഒരു നിയമത്തിന്റെ ഒരു 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 അതിർ വരമ്പുണ്ട്. നമ്മളെ അങ്ങനെ അടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പിള്ളേരെ അങ്ങനെ അടിക്കാനും ഒന്നും പറ്റത്തൊന്നുമില്ല. പണ്ടത്തെ കാലമൊന്നുമില്ല. അപ്പൊ അതുവരെ പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കുന്ന ഈ സമയത്ത് ഒരു റിലേഷനകത്ത് പോയിട്ട് അതിന്റെ തല്ലും കൊണ്ട് കിടക്കുന്ന ഒരാവശ്യമില്ല. ഇപ്പൊ എനിക്കറിയാവുന്നവർ തന്നെ പലരും, എന്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പോലും നേരത്തെ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ വരെ അവരൊക്കെ എന്നോടൊന്ന് പറയുമായിരുന്നു, ഇങ്ങനെ അവർക്ക് ടോക്സിക് ആയിട്ട് റിലേഷനാണ്, അവരെന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അവരോട് ചോദിക്കും, വൈ
നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അതിനകത്ത് നിന്ന് പോകാൻ പറ്റുന്നില്ല? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഇമോഷണൽ ഡിപ്പെൻഡൻസി. അതുകൊണ്ട് ഒരു ടോക്സിക് റിലേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് ആ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി എടുത്ത് കളയുക എന്നുള്ളതാണ്. അതിങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റത്തൊന്നുമില്ല. ഇപ്പൊ ഒരു സേയിങ് പറയും, നമുക്കൊരു വ്യക്തിയെ മറക്കാൻ പറ്റത്തൊന്നുമില്ല. ഓർക്കുന്നതിന് ഇന്റൻസിറ്റി കുറയ്ക്കാനേ പറ്റത്തുള്ളൂ. അത് കുറയ്ക്കാൻ മനുഷ്യന് സത്യത്തിൽ പാടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരാളെ മറക്കുന്നില്ല. നമ്മൾ ആ ഓർക്കാനുള്ളതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് ഭയങ്കര പാടുള്ളൊരു പണിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ദയവ് ചെയ്ത് ആ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്നുള്ള സാധനം അങ്ങോട്ട് എടുത്ത് കളയുക. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് നിങ്ങളുടെ കൂടെയുള്ളവരോടൊക്കെ ഇങ്ങനൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുക. ആരോടും മിണ്ടാതെ മൗനം പ്രാപിച്ച് വീട്ടിൽ ഇരുന്നാൽ അവിടെ ഒതുങ്ങി കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ഒരു റിലേഷനാണ്, നിങ്ങളൊരു ഒരു ഒരു വൈഫ് ഒരു വൈഫാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞാൽ പ്രശ്നമാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഈ ലോകത്ത് കാണില്ലേ? നിങ്ങളുടെ ഒരു കൂട്ടുകാർ കാണില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണത്തില്ലേ? ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വെളിയിൽ ഒരാളോടെങ്കിലും പറയുക. പിന്നെ നമ്മൾ ഇനിയും രക്ഷയില്ലെന്ന് വൈകിട്ടെ നിയമത്തിന്റെ മാർഗത്തിലേക്ക്. നിയമം നമുക്കുണ്ട്, നമുക്ക് ആദ്യമേ പോകാം. നമ്മളൊരു ടോക്സിക് റിലേഷൻ ആണെങ്കിൽ നമുക്ക് ആദ്യമേ നിയമത്തിന്റെ പരിരക്ഷയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഫസ്റ്റ് ആദ്യമേ നിയമം എടുക്കാനാണ്, നിയമത്തിന്റെ പ്രൊട്ടക്ഷനിലേക്ക് പോകാനാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി അതിനൊക്കെ ഒരു 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 സൈഡായിട്ട് നിങ്ങളുടെ കൂട്ടുകാരോടും ഈ ഒരു കാര്യങ്ങൾ പറയാം. നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാം. കാര്യം ടോക്സിക് റിലേഷനായിട്ട് എത്രയോ ആളുകളാണ് സൂയിസൈഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടില്. അതുകൊണ്ട് നമ്മുടെ മുത്തുപ്പാണ്ടി അണ്ണനെ പോലെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും വിലകി പോകും. നമ്മുടെ ധനലക്ഷ്മിയെ പോലെ ഒരു ഗില്ലിയെ കണ്ടുപിടിക്കൂ, പോകൂ, ധനലക്ഷ്മിയെ സാമിട എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വരും. ഇങ്ങനെ ദള്ളി അങ്ങ് നിർത്തുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ. ധനലക്ഷ്മിയെ സാമിട, അവളെ ഊർവ ഏത്തിട്ട് പോറ തേരിടാനാണ്.